അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത്? പറ. ബ്രിട്ടീഷുകാരെ തുരത്താൻ. നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛ സത്യാഗ്രഹം ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. നിങ്ങളുടെ അച്ഛന്മാരുടെ പോട്ട് വല്ലതും ഉണ്ടാക്കി തരാം. ചെല്ല്. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവാ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ. നീയായി നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവമനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടറാ. ആഹാ. അറിഞ്ഞില്ലേ? മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എന്തിനു വേണ്ടി വാങ്ങിയതായിരിക്കും. ഇന്ദു ഇമാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? മനസ്സിലായി. എന്താ ഏട്ടാ? എടാ, ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? യമുന റാണി. എന്റെ പറക്കൂട്ട് ഭഗവതി. അപ്പാ ഒരാൾ. വാ മക്കളെ. 750 രൂപ. അയ്യോ, അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ വക ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇത് പറയുന്ന കേൾക്ക്. ഞാൻ അങ്ങനൊന്നും അല്ല. നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ശരി ശരി ശരി, ഞാൻ വരാം. നിങ്ങളെ വിശ്വാസം ഞാനാ മൈനി. എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങള്. നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഗോപൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി. എന്താ കൗസു ഇത്? എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന്. ദൈവം പോലും പൊറുക്കാത്ത തെറ്റല്ലേ ഞാൻ നന്ദേട്ടനോട് ചെയ്തത്? തെറ്റ് ചെയ്ത് ഞാനല്ലേ? നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. ഒരല്പം കുടിച്ചുപോയി. ദേ, നീ എന്നോട് ക്ഷമിക്കണം. നന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്നാ നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കല്ലേ? കൊച്ചു കള്ളി. എന്റെ പൊന്നെന്തു, എന്നെ വിശ്വസിക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? ഹിന്ദുവാണ് സത്യം. ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല. ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ. സത്യം എന്തോ സത്യം. എന്തോ പാലടക്കരുത്. ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖ കൗസു. ഈ ജീവിതം മുഴുവൻ നമുക്ക് എങ്ങനെ ചിരിച്ചു കഴിയാൻ നന്ദേട്ടാ. അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ? സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. എന്താടാ, ഉറക്കമൊന്നും വരുന്നില്ലേ? ഞാൻ പടം വരച്ചോണ്ടിരിക്കയല്ലേ. ആ,
നീ ആരാടാ, മൈക്കൽ ആഞ്ചലയോ? നിന്റെ അച്ഛനാ പെൺകോന്തൻ നന്ദകുമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയില്ല, ചെറിയച്ഛൻ കരയണ ഞാൻ ഇപ്പൊ കണ്ടു. എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും. നാളെ ആവട്ടെ, പോയി കിടന്നേക്കാ. പോടാ പോടാ. ഈ ചെറിയച്ഛൻ എന്താ വട്ട് പിടിച്ചോ? പോടാ. ഒട്ടിക്ക് ഒട്ടിക്ക്. ആരും കണ്ടില്ല, നമുക്ക് പോവാം. എന്താ ചെറിയച്ഛ? അമ്മേ, അച്ഛന്റെ ഷർട്ടിൽ എന്തോ അടയാളം. ഷർട്ടിൽ എന്താ കൗസെടുത്തി നോക്കട്ടെ. കൗസെടുത്ത് എന്നൂല ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയേ. പോകോപ്പാ, ഞാൻ ലിസ്റ്റിക്ക് ഒന്നും ഇടാറില്ല. പിന്നെന്താ ഇത്? പിടികിട്ടി. നന്ദേട്ടാ, എന്താ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് ആ ചെരുപ്പ് യമുന റാണിക്ക് കൊണ്ട് കൊടുത്തോ? ആ, യമുന റാണി, ഇപ്പം മനസ്സിലായി. ഈ നാട്ടിൽ യമുന റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ഇതേത് യമുന റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ? നോക്കിയേ. നോക്കട്ടെ, ശരിയാണല്ലോ. അന്ന് യമുന റാണി ഇവിടെ വന്നപ്പോൾ ഇതേ കളർ ലിപ്സ്റ്റിക് ആണല്ലോ ഇട്ടിരുന്നത്, അല്ലേ ആനന്ദം? അതെ. ചേട്ടാ, ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷർട്ടിൽ വന്നു? എങ്ങനെ വരാം? യമുന റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിളിലിരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഇന്നലെ നന്ദേട്ട ഇവിടെ പോയി അല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ലടാ. ഹിന്ദി ട്യൂഷന് പോയില്ല? എന്ത് ട്യൂഷനോ? അപ്പൊ യമുന റാണിക്കേട്ടൻ ട്യൂഷൻ എടുക്കുന്ന കാര്യം ചേട്ടത്തിക്ക് അറിയാം. അത് ശരി. അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ. കൗസു ഇടത്ത് ഇത്ര പാവമായി പോയല്ലോ. ഒരു കൂടെ നിറച്ച് ആപ്പിളുമായിട്ടാ പോകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അധ്യായം കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ ഇത് ഗുരുദക്ഷിണ തന്നെ? ഇല്ല, നോണ. ട്യൂഷൻ പോയില്ല. ഇത് യമുന റാണിയുടെ ചുണ്ടല്ല, വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ്. യമുന റാണിയുടെ ചുണ്ടിന് ഇത്ര വലിപ്പില്ലടി. കേട്ടല്ലോ, അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എനിക്ക് സ്കൂളിൽ പോണം. ഹെഡ് മാസ്റ്റർ എന്നെ ചീത്ത പറയുന്നത്. എവിടേക്ക് പോണ്ടെന്ന്? ട്യൂഷൻ. വഞ്ചക. അയ്യോ. ഇനി നിങ്ങൾ ആർക്കെങ്കിലും വല്ലാതങ്ങ് ചിരിക്കണ്ട. ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്. കൊതുകേടി കൊള്ളാനൊരു കൂട്ടായി. അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത്. ഒരു കുഴി ഞാനും വെട്ടി, പകരത്തിന് പകരം. ഓക്കേ ഓക്കേ. എന്താ കൃഷ്ണേട്ടാ? എന്ത്? ആദ്യമായിട്ട് കാണും പോലെ. ഗോപാ, എന്താ ചേട്ടാ? നമ്മള് രണ്ടാളും തണുപ്പും കൊണ്ട് പുറത്ത്. അവൻ അവളൊത്ത് സൂയിക്കണു. എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഒരു പൂട്ട് അവനിട്ട് പൂട്ടണ്ടറാ. പൂട്ടണം. ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം.